ഇതാ മാർപ്പാപ്പ വന്നു കഴിഞ്ഞു. എല്ലാവരും പ്രാർത്ഥനയോടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ എതിരേൽക്കുകയാണ്. കൈയടികളോടെ പ്രാർത്ഥനയോടെ വിവാ പാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഫ്രാൻസിസ് മാർപ്പാപ്പയെ എതിരേൽക്കുന്നു. വിവാ പാപ്പ, വിവാ പാപ്പ. വളരെ സന്തോഷം തന്നെ ഒരു നിമിഷമാണ്. എല്ലാവരും തങ്ങളുടെ വീൽ ചെയറിലായതുകൊണ്ട് പാപ്പ ഇപ്പോൾ ജനങ്ങളിലേക്ക് കടന്നു വരുന്നു. കാണുവാനായിട്ട് സാധിക്കും. പാപ്പ വളരെ Grazie a tutti e vedo questa signora con I fiori gialli. Per favore ci andate benedizione. നമ്മൾ കണ്ടു, അദ്ദേഹത്തിന്റെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശബ്ദത്തിന് പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംസാരിക്കുവാൻ പ്രയാസമുണ്ട്. പക്ഷെ ആ കൈ വീഴ്ച കാണിച്ചത് വെറും നമ്മളെ സല്യൂട്ട് ചെയ്തത് മാത്രമല്ല, അതൊരു ആശീർവാദത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണണം. കാരണം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും അത്രമാത്രം ആഴമായ ആഗ്രഹത്തോടെയാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിർന്ന് ഇന്ന് തന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആശുപത്രിയിൽ ആ ജനാലയുടെ മുമ്പിൽ വന്ന് നമ്മളെ കണ്ടുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരികെ പോയിരിക്കുന്നത്. 37 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. വിവാ പാപ്പ, വിവാ പാപ്പ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് റോമിലെ ജെമിലി ആശുപത്രിക്ക് മുന്നിൽ പാപ്പയെ ഒരു നോക്ക് കാണുവാനായി തടിച്ചുകൂടിയത്. വീൽ ചെയറിലെത്തിയ പാപ്പ ചെറുപുഞ്ചിരിയോടെ ജാലകത്തിൽ നിന്ന് കൈവീശുകയും വിശ്വാസികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം 38ാമത്തെ ദിവസമാണ് പാപ്പ വിശ്വാസികളെ നേരിൽ കാണുന്നത്. ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം ഫെബ്രുവരി 14-നാണ് റോമിലെ ജെമിലി ആശുപത്രിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രവേശിപ്പിച്ചത്.